അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു വിഷയം, വർഷങ്ങളായിട്ട് ഓഡിറ്റിംഗ് നടക്കാത്തൊരു സംവിധാനമാണ് ദേവസ്വങ്ങളിലുള്ളത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്താൽ മാത്രമേ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പൈസ ഇടാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം ഭക്തന്മാരെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക് ന്യൂസ് പേപ്പറിൽ, രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ള ബാധ്യതയുണ്ട്. അത് ചെയ്യാതെ പൈസ ഇടില്ല എന്ന് സമൂഹം തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും പോയിട്ട് സ്വാമിയേ ശരണയ്യപ്പ എന്നും പറഞ്ഞിട്ട് കൊണ്ടിടും വിവരമില്ലാത്തവർ. അല്ലാണ്ട് എന്താ, ഇരിക്കണവരും പൈസ ഇട്ടവരുണ്ടാവും. ഇല്ലേ, വെറ്റിലടയ്ക്കുക സ്വാമിക്ക്, കാണിപ്പൊന്നും സ്വാമിക്ക്, അതൊക്കെ പണ്ട് കാലത്ത്. ഇപ്പോൾ പറയണമില്ല. സ്റ്റേറ്റ് വ്യത്യാസം പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ മൊത്തം കാര്യമല്ലേ പറഞ്ഞത്. എവിടുന്ന് വന്നാന്താ? ഭാരതം എന്ത് രാജ്യമാണെന്നല്ലേ നമ്മൾ പഠിക്കണത്. അല്ലാണ്ട് കേരളം എന്ത് രാജ്യമാണെന്ന് ചൊല്ലലുണ്ടോ? ഉണ്ടോ? അറിയില്ല. അപ്പം മറ്റ് സ്റ്റേറ്റൊന്നും അല്ല, ഭാരതത്തിൽ നിന്ന് തന്നെയാണ്. ഇനി ഭാരതത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നാലും ഭാരതീയരാണ് വരുന്നത്. പിന്നെന്താ?